ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ദി ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ ഓവർ ഹെഡുകളെ ഡിഫറെൻറ്റ് ടൈപ്പുകളായി ക്ലാസിഫൈ ചെയ്ത് എങ്ങനെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ ഓവർ ഹെഡുകളെ നമ്മൾ 3ആയി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെയുമാണ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഓവർ ഹെഡുകളെ ഫാക്ടറി ഓവർ ഹെഡ് എന്നും ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്നും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്നും 3ആയി തരംതിരിക്കാം. ഇനി ഇവ മൂന്നും എന്താണെന്നും എങ്ങനെയാണ് ഇവയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതും എന്ന് നോക്കാം. അതിനായി ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്ററിൽ ഫോക്കസ് ചെയ്യുക. ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്ററിൽ നിരവധി ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഇൻകേർഡ് ആകുന്നുണ്ട്. അതിൽപ്പെട്ട 1-2 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഡിപ്രീസിയേഷൻ. എന്താണ് ഡിപ്രീസിയേഷൻ? തേയ്മാനം. നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ഒരു അസറ്റിൽ ഉണ്ടാകുന്ന വാല്യൂവിൻ്റെ ഡിക്രീസിനെയാണ് നമ്മൾ തേയ്മാനം എന്ന് പറയുന്നത്. ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഒരു പ്രൊഡക്റ്റിൽ ഡയറക്റ്റ് റിലേറ്റ് ചെയ്യുന്നതല്ല ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇവിടെ ഡിപ്രീസിയേഷൻ ആയിട്ട് ഒരു 300 റുപ്പീസ് എക്സ്പെൻസ് നമുക്ക് ഇൻകേർഡ് ആയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഓയിൽസ് ആൻഡ് ഗ്യാസുകൾ, മെഷീനറിക്കും മറ്റും ഉപയോഗിച്ചിട്ടുള്ള ഓയിൽ ആൻഡ് ഗ്യാസുകൾ, ഇത് ഡയറക്റ്റ് റിലേറ്റഡ് അല്ല പ്രൊഡക്റ്റിൽ. സോ അതുകൊണ്ട് ഇതും ഇൻഡയറക്റ്റ് കോസ്റ്റുകളിൽ ഉൾപ്പെടുന്നതാണ്. ഉദാഹരണത്തിന് ഇവിടെ ഒരു 200 റുപ്പീസ് ഞാൻ ഇൻഡയറക്റ്റ് മെറ്റീരിയലിന് വേണ്ടി കോസ്റ്റ് ഇൻകേർഡ് ആയിട്ടുണ്ട്. അടുത്ത ഒരു എക്സ്പെൻസ് ആണ് റിപ്പയർ ചാർജ്. മിഷനറീസും മറ്റും റിപ്പയർ ചെയ്യാൻ വേണ്ടി വന്ന ഒരു കോസ്റ്റ് ആണത്. ഇതും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇതിനു വേണ്ടി ഞാൻ ഒരു 100 റുപ്പീസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഫാക്ടറിയിൽ വരുന്ന എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയും നമ്മൾ കാറ്റഗറി ചെയ്ത് അവയെ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഇനി സർവീസ് കോസ്റ്റ് സെന്റർ ആയിട്ടുള്ള അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കൂ. ഇവിടെയും ഒട്ടനവധി ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഇൻകേർഡ് ആകുന്നുണ്ട്. ഉദാഹരണത്തിന് ടെലിഫോൺ ചാർജ്. ഇവിടെ ടെലിഫോൺ ചാർജ് ഞാനൊരു 250 റുപ്പീസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എക്സ്പെൻസുകൾ. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എക്സ്പെൻസിനായിട്ട് ഞാനൊരു 50 റുപ്പീസ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അക്കൗണ്ട് സ്റ്റാഫിൻ്റെ സാലറി ആയിട്ട് ഞാനൊരു 500 റുപ്പീസ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓഫീസ് ആവശ്യങ്ങൾക്കായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ആവശ്യങ്ങൾക്കായിട്ടും വരുന്ന എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയും നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഇനി സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കൂ. ഇവിടെയും നിരവധി ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഇൻകേർഡ് ആകുന്നുണ്ട്. ഉദാഹരണത്തിന് സെയിൽസ്മാൻ്റെ സാലറി ആയിട്ട് ഒരു 400 റുപ്പീസ് കോസ്റ്റ് ഇൻകേർഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രീ ഗിഫ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 350 റുപ്പീസ് എക്സ്പെൻസ് ഇൻകേർഡ് ആയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം ഡെലിവറി ചെയ്യാനായിട്ട് ഡെലിവറി ചാർജ് ആയിട്ട് ഒരു 150 റുപ്പീസ് എക്സ്പെൻസ് ഇൻകേർഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ സെയിലും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്സ്പെൻസുകളെയും നമ്മൾ ക്ലാസിഫൈ ചെയ്ത് അതിനെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെ കുറിച്ചാണ്. ഇനി ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അതിനായി ഞാൻ ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽസ് ആയിട്ടൊരു 1600 റുപ്പീസും ഡയറക്റ്റ് ലേബർ ആയിട്ടൊരു 500 റുപ്പീസും അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ഒരു 300 റുപ്പീസും കൺസിഡർ ചെയ്യുന്നു. ഇനി നമുക്ക് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ആദ്യം എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളും തമ്മിൽ ആഡ് ചെയ്ത് പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനായി ഡയറക്റ്റ് മെറ്റീരിയൽ 1600 റുപ്പീസും ഡയറക്റ്റ് ലേബർ 500 റുപ്പീസും ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് 300 റുപ്പീസും തമ്മിൽ ആഡ് ചെയ്ത് പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പ്രൈം കോസ്റ്റ് ആയിട്ട് 2400 റുപ്പീസ് കിട്ടും. ഇനി എല്ലാ ഓവർ ഹെഡുകളും ഒന്നിച്ച് ആഡ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ആദ്യം ഫാക്ടറി ഓവർ ഹെഡുകളെ എല്ലാം ആഡ് ചെയ്ത് ഫാക്ടറി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനായിട്ട് പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡുകളിൽ വരുന്ന എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയും നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ആയിട്ട് ഒരു 300 റുപ്പീസും ഓയിൽ ആൻഡ് ഗ്യാസ് ആയിട്ട് ഒരു 200 റുപ്പീസും റിപ്പയർ ചാർജ് ആയിട്ട് ഒരു 100 റുപ്പീസും നമുക്ക് കോസ്റ്റ് ഇൻകേർഡ് ആയിട്ടുണ്ട് ഫാക്ടറി ഓവർ ഹെഡിൽ. അത് മൂന്നും നമ്മൾ ആഡ് ചെയ്യുന്നു. അതിലൂടെ നമുക്ക് ഫാക്ടറി കോസ്റ്റ് ആയിട്ട് 3000 റുപ്പീസ് കിട്ടും.
ഫാക്ടറി കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡുകൾ ആഡ് ചെയ്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനായി ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡിൽ വരുന്ന ടെലിഫോൺ ചാർജ് 250 റുപ്പീസും പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ആയിട്ട് 50 റുപ്പീസും സ്റ്റാഫിൻ്റെ സാലറി ആയിട്ട് അക്കൗണ്ട് സ്റ്റാഫിൻ്റെ സാലറി ആയിട്ട് ഒരു 500 റുപ്പീസും നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡിൽ വന്നിട്ടുണ്ട്. അത് മൂന്നും നമ്മൾ ആഡ് ചെയ്യുന്നു. അതിലൂടെ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് 3800 റുപ്പീസ് കിട്ടും. ഈ കോസ്റ്റിൻ്റെ കൂടെ നമുക്ക് സെല്ല് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു പ്രൊഡക്റ്റിന് വരുന്ന ടോട്ടൽ കോസ്റ്റ് നമുക്ക് ലഭ്യമാവുക. അതിനായി സെയിൽസ്മാൻ്റെ സാലറി ആയിട്ട് ഒരു 400 റുപ്പീസും ഫ്രീ ഗിഫ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 350 റുപ്പീസും ഡെലിവറി ചാർജ് ആയിട്ട് ഒരു 150 റുപ്പീസും നമുക്ക് കോസ്റ്റ് ഇൻകേർഡ് ആവുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ആയിട്ട് നമുക്ക് 4700 റുപ്പീസ് ആണ് ടോട്ടൽ കോസ്റ്റ് ലഭ്യമാവുന്നത്. ഇനി ഇതിൻ്റെ കൂടെ പ്രോഫിറ്റ് എത്രയാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആ പ്രോഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സെയിൽസ് വാല്യൂ ലഭ്യമാവും. ഇങ്ങനെയാണ് നമ്മൾ ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്.